മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് ചുരി പാൻറ്റുകളാണ് കേട്ടോ. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റുകളാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ചുരി പാൻറ്റെല്ലാം പല കളറിലുള്ളത് നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മുടെ അലമാരകളിൽ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. ഒത്തിരി വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ചുരി പാൻറ്റിൽ ക്രോസ് കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും, ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ഇത് നമ്മുടെ കറക്റ്റ് അളവ് എത്രയാണോ ലെങ്ത്ത് അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പം നമുക്ക് അടിയിൽ മടക്കിയടിക്കാനുള്ള ഒരു ലെങ്ത്ത് മാത്രം കൂട്ടിയെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 41 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 42 ലെങ്ത്താണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക. അത് നമുക്ക് എത്രയാണോ കറക്റ്റ് വേണ്ടത്, അത് സ്ട്രെയിറ്റ് പാൻറ്റിന് എത്ര വേണോ അത് ഇപ്പോൾ ലെങ്ത്ത് കുറച്ച് മതിയെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ ചില പാൻറ്റുകളൊക്കെ സ്ട്രെയിറ്റ് മുക്കാലായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് എടുക്കുക. അതിന് ശേഷം അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വലിയ കാര്യമെന്ന് വിചാരിക്കേണ്ട, പക്ഷെ ഓർക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ചെയ്യാം, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വരും. അതുപോലെ അതിന് ശേഷം ഇവിടെ നിന്ന് ഈ തയ്യലൊന്ന് വിടിയിച്ചു കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 ഇഞ്ച് ലെങ്ത്ത് മുകളിലേക്ക് ഈ തയ്യൽ സൈഡിൽ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. കാരണം അത് നമുക്ക് മടക്കിയെടുക്കാൻ ഈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കാലിലും അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഈ സൈഡ് നമ്മൾ വിടിയിച്ച് കൊടുത്തില്ലേ, അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അത് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. സ്ലിറ്റ് ഇടണമെങ്കിൽ നമുക്ക് ഇനി അങ്ങനെ സൈഡ് യോജിപ്പിക്കാതെ സ്ലിറ്റിൻ്റെ രൂപത്തിൽ അടിച്ചെടുത്താലും മതി. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചുരി പാൻറ്റ് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഒരേ വീതിയിൽ താഴേക്ക് നീളത്തിൽ ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ ലെങ്ത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആങ്കിളിൻ്റെ അവിടം വരെ ഈ ഒരു പാൻറ്റ് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്താലും നമുക്ക് വീതിയെല്ലാം ആങ്കിളിൻ്റെ അവിടെ കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു വ്യത്യാസമില്ല. ഇട്ട് കഴിഞ്ഞാലും ഒട്ടും നമുക്ക് തിരിച്ചറിയത്തില്ല ഇത് ചുരി പാൻറ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ എല്ലാ കളറിലുള്ള ചുരി പാൻറ്റുകളും നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് പാൻറ്റാക്കി ഉപയോഗിക്കാം. അപ്പം എക്സ്ട്രാ വീണ്ടും സ്ട്രെയിറ്റ് പാൻറ്റുകൾ വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല, നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൂസ് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് സൈഡ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനി ലെങ്ത്ത് മുക്കാൽ പാൻറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും ലെങ്ത്തും കുറച്ച് എടുക്കാം. അപ്പോൾ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.